ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി.